നമസ്കാരം. കേരള ഗവർണറുമായിട്ട് ഒരു പ്രശ്നത്തിനും പോകണ്ട എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഷെറിന്റെ ജയിൽ മോചനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഗവർണർക്ക് മേൽ ഒരു സമ്മർദ്ദവും ചെലുത്താത്തത്. ഷെറിൻ മോചനം അനുവദിച്ചുകൊണ്ട് സംസ്ഥാന മന്ത്രിസഭാ തീരുമാനം എടുത്തെങ്കിലും ഇത് സംബന്ധിച്ച് ഫയൽ രാജ്ഭവൻ പരിശോധനയ്ക്ക് പോലും എടുത്തിട്ടില്ല എന്നതാണ് വസ്തുത. ഫയൽ ഗവർണർ മടക്കുമെന്ന സൂചന വന്നതോടെ സർക്കാർ ഷെറിന് ശിക്ഷാ കാലയളവിൽ ഇളവ് നൽകി വിട്ടയക്കാനുള്ള തീരുമാനം തത്കാലം മരവിപ്പിച്ചു എന്നതായിരുന്നു വാർത്തകൾ. ഇതോടെ ഷെറിന് ശിക്ഷാ ഇളവ് നൽകി വിട്ടയക്കാൻ ശ്രമം നീണ്ടുപോവുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഭാസ്കര കാർണവർ കേസിലെ പ്രതിക്ക് പരോൾ അനുവദിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ഷെറിന് 15 ദിവസത്തേക്ക് ജയിൽ വകുപ്പ് പരോൾ അനുവദിച്ചിട്ടുണ്ട്. അതായത് ഏപ്രിൽ 5 മുതൽ 15 ദിവസത്തേക്കാണ് പരോൾ. 3 ദിവസ യാത്രയ്ക്കും അനുമതിയുണ്ട്. ശിക്ഷാ ഇളവിന് പിന്നാലെ ഉന്നത സ്വാധീനം പോലെ തന്നെയാണ് സർക്കാരിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഇടപെടലും പരോളിന് ലഭിക്കാൻ ഒരു പ്രധാന കാരണമായി പുറത്തുവരുന്ന വാർത്തകൾ. 14 വർഷത്തെ ശിക്ഷാ കാലയളവിനുള്ളിൽ 500 ദിവസം ഇവർക്ക് പരോൾ ലഭിച്ചിട്ടുണ്ട്. പെരുമാറ്റച്ചട്ടം, അതായത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആ സമയത്ത് ഒരു പെരുമാറ്റച്ചട്ടം ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിന്റെ. അത് നിലനിൽക്കുന്ന കാലത്ത് പോലും പരോൾ അനുവദിക്കാൻ നിരോധനമുണ്ടെങ്കിലും ഷെറിൻ ആദ്യം 30 ദിവസവും പിന്നീട് അത് ദീർഘിപ്പിച്ച് 30 ദിവസത്തേക്ക് കൂടി ഉന്നത ഉദ്യോഗസ്ഥർ എല്ലാ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് പരോൾ അനുവദിച്ചിരുന്നു. ഇത്രയേറെ പരോൾ ഷെറിന് ലഭിച്ചതിന് പിന്നിൽ സ്വാധീന ശക്തി തന്നെയാണ്. മറ്റു സാധാരണ തടവുകാർ ഉള്ളിൽ കിടക്കുമ്പോഴാണ് ഷെറിന് ഒരു 1.5 വർഷത്തിലേറെ ജയിലിന് പുറത്ത് കഴിയാനുള്ള ഒരു സൗകര്യം സർക്കാർ സംവിധാനം തന്നെ ഒരുക്കിക്കൊടുത്തത്. ഇതിനിടെയാണ് ജയിലിലെ നല്ല നടപ്പ് പരിഗണിച്ചാണ് ശിക്ഷാ ഇളവ് ശുപാർശ എന്നായിരുന്നു ജയിലിലെ ഉപദേശക സമിതിയുടെ ശുപാർശ. എന്നാൽ ശിക്ഷാ ഇളവ് ചെയ്യാനുള്ള മന്ത്രിസഭാ തീരുമാനം വന്നതിന് പിന്നാലെ കണ്ണൂർ ജയിലിലെ സഹ തടവുകാരിയെ കയ്യേറ്റം ചെയ്തതിന് പോലീസ് കേസെടുത്തത് ഇവർക്ക് തിരിച്ചടിയായി. ലഹരി കേസിൽ അറസ്റ്റിലായ നൈജീരിയക്കാരിയാണ് ഷെറിൻ മർദ്ദിച്ചത്. ഇവർക്ക് കൂടുതൽ കാലം പരോൾ ലഭിച്ചതിന്റെ മറ്റ് തടവുകാരുമായി പ്രശ്നമുണ്ടാക്കിയതിന് ജയിലിൽ മാറ്റേണ്ടി വന്നതിന്റെ വിശദാംശങ്ങൾ പുറത്തുവന്നു. ജയിലിൽ ലഭിക്കുന്ന പ്രത്യേക സൗകര്യങ്ങളും ഉയർന്ന ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിക്കുന്ന പരിഗണനയും വെളിപ്പെടുത്തി സഹ തടവുകാരും രംഗത്തെത്തി. ഷെറിന്റെ മോചനം ആവശ്യം അംഗീകരിക്കരുതെന്നാവശ്യപ്പെട്ട് ഗവർണർക്കും പരാതി ലഭിച്ചു. മന്ത്രിസഭാ തീരുമാനം അനുസരിച്ചുള്ള ഫയൽ രാജ്ഭവനിൽ എത്തിയില്ല. ഷെറിനെ വിട്ടയക്കുന്നതിൽ ബാഹ്യ സമ്മർദ്ദമുണ്ടായെന്ന ആരോപണം അന്നു മുതൽ തന്നെ ഉയർന്നതാണ്. തുടർന്ന് മന്ത്രിസഭാ തീരുമാനത്തിനു ശേഷം ജയിലിൽ സഹ തടവുകാരിയെ കയ്യേറ്റം ചെയ്ത കേസിൽ ഇവർ പ്രതിയായതിനാൽ മന്ത്രിസഭ പിന്മാറി. ഷെറിന് അകാല വിടുതൽ നൽകാനുള്ള ഒരു ഉത്തരവ് ജനുവരിയിൽ മന്ത്രിസഭ പുറപ്പെടുവിക്കാൻ തീരുമാനിച്ചെങ്കിലും 2 മാസം കഴിഞ്ഞിട്ടും ഫയൽ അംഗീകാരത്തിനായി ഗവർണർക്ക് അയച്ചില്ല. ഷെറിനെ വിട്ടയക്കുന്നതിനെതിരെ ഗവർണർക്ക് പരാതി ലഭിച്ചിരുന്നു. ഇതിൽ ഗവർണർ വിശദീകരണം ചോദിക്കുമെന്ന സൂചനയും സർക്കാരിന് ലഭിച്ചു. മന്ത്രിസഭാ തീരുമാനം ഗവർണറുടെ അംഗീകാരത്തിന് വിടാനുള്ള ഫയൽ ദിവസങ്ങൾക്കകം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കൈമാറിയെങ്കിലും സാഹചര്യം എതിരായതോടെ പിന്നീട് അനങ്ങിയില്ല. കഴിഞ്ഞ ഓഗസ്റ്റിൽ ചേർന്ന കണ്ണൂർ വനിതാ ജയിൽ ഉപദേശക സമിതിയാണ് ഷെറിന്റെ അകാല വിടുതലിന് ശുപാർശ നൽകിയത്. 2009 നവംബർ 8-നാണ് ചെങ്ങന്നൂർ കാർണവേഴ്സ് വില്ലയിൽ ഭാസ്കര കാർണവർ കൊല്ലപ്പെട്ടത്. ഭാസ്കര കാർണവരുടെ മരുമകളായ ഷെറിനും കാമുകനും ചേർന്നായിരുന്നു കൃത്യം നടത്തിയത്. ഷെറിന്റെ ബന്ധങ്ങൾ ഭാസ്കര കാർണവർ എതിർത്തതായിരുന്നു പ്രകോപനത്തിന് കാരണം. വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട കേസായിരുന്നു ഇത്. കാമുകനൊപ്പം ജീവിക്കാനായി ഭർത്തപിതാവായ ചെങ്ങന്നൂർ സ്വദേശി ഭാസ്കര കാർണവരെ വധിച്ചത് 2010-ലാണ്. അതോടെ ഷെറിന് ഈ കൊലപാതകത്തിൽ ജീവപര്യന്ത ശിക്ഷയും ലഭിച്ചു. കാമുകൻ ബാസിദ് അലിക്കും സമാന ശിക്ഷയും ലഭിച്ചു. ജയിലിലെ നല്ല നടപ്പ് കണക്കിലെടുത്ത് ഇയാളെ തുറന്ന ജയിലിലാണ് താമസിപ്പിച്ചിരിക്കുന്നതെങ്കിലും മോചന പട്ടികയിൽ വന്നിട്ടില്ല. ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. PRS ഹോസ്പിറ്റൽ, കിള്ളിപ്പാലം, തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18-ന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം
സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.